നമുക്ക് രണ്ട് തരം ഡിസിഷൻസ് നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഒന്ന് ടൈപ്പ് 1 ഡിസിഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. ഉദാഹരണത്തിന് എനിക്കിന്നൊരു വൈറ്റ് കളർ ഷർട്ട് ഇടുന്നതായിരുന്നു ആഗ്രഹം. ഞാൻ ആ ഷർട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് എനിക്കതിനെ മാറ്റിയിട്ട് ഒരു മഞ്ഞ ഷർട്ട് ഓണിൽ ഇടാൻ പറ്റും. ഇത്തരത്തിലുള്ളൊരു ഡിസിഷനാണ് ടൈപ്പ് 1 ഡിസിഷൻ, വിച്ച് ഈസ് റിവേഴ്സിബിൾ ഡിസിഷൻ. ഇനി രണ്ടാമതൊരു ഡിസിഷൻ ഉണ്ട്, അതാണ് ഇറിവേഴ്സിബിൾ ഡിസിഷൻസ്. ഇറിവേഴ്സിബിൾ ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എനിക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് പിന്നെ മാറ്റാവുന്ന ഡിസിഷൻസിനെ ഇനി ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഡിസിഷനായിട്ട് കണ്ട് ഒരുപാട് സമയം എടുക്കുന്നതിലാണ് നമ്മൾക്കെല്ലാവർക്കും ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ. എയ്സൻഹോവർ എന്ന US-ന്റെ 34ാമത്തെ പ്രസിഡന്റ്, അദ്ദേഹം 5 സ്റ്റാർ ജനറലായിട്ടാണ് അറിയപ്പെടുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സൈനിക മേധാവി കൂടിയായിരുന്നു എയ്സൻഹോവർ. അദ്ദേഹം യൂസ് ചെയ്ത ഒരു ടെക്നിക്കുണ്ട്, ഇന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ആ ടെക്നിക്കിൻ്റെ പേരാണ് എയ്സൻഹോവർ മെട്രിക്സ്. എയ്സൻഹോവർ മെട്രിക്സിൽ 4 ക്വാഡ്രന്റുകൾ ഉണ്ടാവുക. ഈ 4 ക്വാഡ്രന്റുകളിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം അർജന്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ടാസ്കുകൾ 4 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി അർജൻറ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഈ ജോലി ഇന്ന് നടക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കിന്ന് ഒരു പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. ആ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് വെരി അർജൻറ്റ്. ചിലപ്പോൾ അതിന്ന് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ഇന്ന് പർച്ചേസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടാസ്ക് വി ഹാവ് ടു ഡു ഇറ്റ് നൗ. ആര് ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. ഇനി ഒരു കാര്യമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത്രയ്ക്ക് അർജൻ്റ് അല്ല. ആ ക്വാഡ്രന്റിൽ കിടക്കുന്ന കാര്യങ്ങളെ വി ക്യാൻ പ്ലാൻ. അത് നമുക്ക് പിന്നൊരു സമയത്തേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ അതിൻ്റെ പിറകെ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം 31-ാം തീയതിയാണെന്ന് കരുതുള്ളൂ. സോ വി ഹാവ് ഇനഫ് ടൈം ടു പ്ലാൻ. അത് എങ്ങനെ ചെയ്യണം, ചെയ്യേണ്ടത് എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അറിയാനുള്ള ഒരു സമയമുണ്ട്. സോ വി ഹാവ് ഇനഫ് ടൈം. അതുകൊണ്ട് അത് അടുത്ത മാസമായാൽ മതി, അല്ലെങ്കിൽ അടുത്ത മാസം 31-ന് ചെയ്താൽ മതി. ആൻഡ് വി ഹാവ് ടു പ്ലാൻ ഇറ്റ്. ഇനി ഒരു ടാസ്ക് ഉണ്ട്, അത് അർജൻ്റ് ആണ്, പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ ഓഫീസിൽ വരുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മെയിൽ അയക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊറിയർ ചെയ്യണം. അത് ഇന്ന് തന്നെ ആ പ്രൊഡക്റ്റ് പോയപ്പോൾ ഇറ്റ് ഈസ് വെരി അർജൻറ്റ്. പക്ഷേ നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ, യു ക്യാൻ ഗിവ് ഇറ്റ് ടു someone else and do it. അതിന് പറയുന്ന ജോലിയാണ് ഡെലിഗേറ്റ്. ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡെലിഗേറ്റ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഈ ഡെലിഗേഷൻ ആരെയാണോ ഏൽപ്പിച്ചത് അത് ഇത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെ തന്നെയാണ് ഏൽപ്പിക്കുന്നതെന്ന് കൂടെ നമ്മൾ ഉറപ്പാക്കണം. ഇനി ഒരു കാര്യം കൂടെയാണ്, ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, ഒട്ടും അർജൻ്റ് അല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യമുള്ള അത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ടാവില്ല, ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു തരത്തിലുള്ള അർജൻറ്റും അല്ല. ഇങ്ങനൊരു കാര്യം, ഇങ്ങനത്തെ ഒരു ടാസ്ക് ആണ് നമ്മുടെ ഉള്ളതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എലിമിനേറ്റ് ഇറ്റ്. അതായത് ഡോണ്ട് ഡു ഇറ്റ്. നമുക്ക് സമയം ലാഭിക്കാനുള്ള, ഓഫീസിലെ സമയം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെട്രിക്സ് ആണ് ഈ കാണുന്ന എയ്സൻഹോവർ മെട്രിക്സ്. ഇതിലേക്ക് നമ്മുടെ ടാസ്കുകളെ ഒന്ന് അലൈൻ ചെയ്തിട്ട് നോക്കിയേ. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം സമയം വേസ്റ്റ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ പാഴാക്കി കളയുന്നു തിരിച്ചറിഞ്ഞ് നോക്കിയേ. ആ പാഴാക്കി കളയുന്ന സമയം മുഴുവൻ നമുക്ക് പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. ഈ 2 കാര്യങ്ങളും കൂടാതെ ഒരു കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് അഥവാ ആക്ഷൻ മാനേജ്മെൻറ്റ് പൂർണ്ണമാവും. അതാണ് ക്യാഷ് എനർജി മെട്രിക്സ്. ക്യാഷ് എനർജി മെട്രിക്സിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് നമുക്ക് 2 രീതിയിൽ നമുക്ക് ഗുണപരമായിട്ട് വരും. ഒന്നുകിൽ അത് നമുക്ക് കാശ് തരും, അതായത് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കാശ് കിട്ടും. ഉദാഹരണത്തിന് ഞാൻ ക്ലാസ് എടുക്കുന്നു, അതെനിക്ക് കാശ് തരുന്ന ഒരു കാര്യമാണ്. ഞാൻ പഠിക്കുന്നു, അതും എനിക്ക് കാശ് തരുന്ന ഒരു കാര്യമാണ്. കാരണം പഠിച്ചിട്ടാണല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത്, കാശ് തരുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഞാനൊരു അക്കൗണ്ട്സ് ഞാൻ തയ്യാറാക്കും, അതും എനിക്ക് കാശ് തരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഐ ആം ആൻ അക്കൗണ്ടന്റ്. അപ്പോൾ നമുക്ക് കാശ് തരുന്ന പ്രൊഡക്ടിവിറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഇത് കൂടാതെ എനിക്ക് എനർജി തരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. എനിക്ക് ആൾക്കാരോട് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്ത എനർജിയാണ്. അതെനിക്ക് കാശൊന്നും തരില്ല, ബട്ട് ഇറ്റ് ഗീവ്സ് മീ എനർജി. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് ഏതർ ഇറ്റ് ഷുഡ് ഗീവ് us ക്യാഷ് ഓർ ഇറ്റ് ഗീവ് us എനർജി. ഇത് രണ്ടും അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകരുത്.
ഇതിനകത്തൊരു മികച്ച ട്വീക്ക് ഉണ്ട്. നിങ്ങൾക്ക് എനർജി കിട്ടുന്ന അതേ കാര്യം നിങ്ങൾക്ക് ക്യാഷും തരികയാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ബെസ്റ്റ് കാര്യം. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു, എനിക്കത് ഒരുപാട് എനർജി തരുന്നു, അപ്പം തന്നെ എനിക്ക് കാശും തരുന്നു അല്ലേ? ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് സമയം കിട്ടും, ഒരുപാട് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. ഈ ലോകത്ത് ഒരു സാധാരണ പ്രൊഡക്റ്റും ഒരു മാസ്റ്റർ പീസും തമ്മിൽ എന്താണ് വ്യത്യാസം? മാസ്റ്റർ പീസിന് ഡീറ്റെയിലിംഗ് വളരെ കൂടുതലായിരിക്കും. ആ ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ വാല്യൂ. ആ വാല്യൂ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വി നീഡ് ടൈം ഫോർ ഇംപ്രൂവിങ് അവർ പ്രൊഡക്ടിവിറ്റി. അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ചെയ്തോ, 100% നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുമെന്ന് ഉറപ്പാണ്. എത്ര പ്രൊഡക്ടിവിറ്റി കൂടിയെന്ന് നിങ്ങളിത് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യും. കാരണം എത്രത്തോളം ഗ്രോത്ത് നമ്മൾക്കുണ്ടായി എന്ന് മറ്റുള്ളവരറിയുമ്പോൾ അവർക്കും അതൊരു പ്രചോദനം.